സംസ്ഥാനത്ത് കൊറോണ വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. നിലവിൽ 300 കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും കടുത്ത ജാഗ്രത പുലർത്തണമെന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. നവകേരള സദസ്സ് നടക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മറ്റു നിർദ്ദേശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ നവകേരള സദസ്സ് അവസാനിക്കുന്ന മുറയ്ക്ക് സാമൂഹിക അകലമടക്കമുള്ള നിയന്ത്രണങ്ങൾ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. സർക്കാരിന്റെ പരിപാടിയായ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ പോലും പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് മാസ്ക് നിർബന്ധമാക്കുന്നതടക്കം മറ്റു മുൻകരുതലുകളൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. നിലവിൽ പല ജില്ലകളിലും രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യം ഏറെ ആശങ്കയോടെ തന്നെയാണ് കാണേണ്ടത്. പ്രത്യേകിച്ച് നവകേരള സദസ്സ് പോലുള്ള പരിപാടി നടന്ന സാഹചര്യത്തിൽ ഇന്നലെ കോഴിക്കോട് ശ്വാസതടസ്സം മൂലം മരിച്ച ആളിൽ പരിശോധന നടത്തിയപ്പോഴാണ് അയാൾക്ക് കൊറോണയാണെന്ന് സ്ഥിരീകരിച്ചത് പോലും. സംസ്ഥാനത്ത് ഈയിടെ 6 പേരാണ് കോവിഡ് മൂലം മരിച്ചത്. അതുകൊണ്ട് തന്നെ ഗുരുതര രോഗമുള്ളവർ, ഗർഭിണികൾ എന്നിവർക്കും മാസ്ക് നിർബന്ധമാണ്. ഇനിയും കോവിഡ് കേസുകൾ ഉയർന്നാൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ മുന്നോട്ട് പോകാം. സി ന്യൂസ്, കോഴിക്കോട്.